ഷോൺ, ഈ സക്കീറിനെ പോലുള്ളവരുടെ നാവടപ്പിക്കാൻ വഖഫ് ഭേദഗതി ബില്ലിന് സാധിക്കുമോ? എന്തായാലും ബില്ല് ടേബിൾ ചെയ്തിട്ടുണ്ട്. ഈ സമ്മേളനത്തിൽ തന്നെ അത് അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാർച്ച് മാസം 10-നും 25-നും ഇടയിലാണ് ബില്ല് ഷെഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തരണം. ശരിയല്ല, അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു വിശദീകരണം തരുമ്പോൾ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാനുള്ള അവസരം തരണം. അതല്ലെങ്കിൽ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ ഞാൻ പറയാനുള്ള എനിക്ക് പറഞ്ഞിട്ട് സാധിച്ചിട്ടില്ല. ാണോ കയ്യേറ്റക്കാരാണോ ഭൂമി പൈസ കൊടുത്ത് വാങ്ങിച്ചവരാണോ എന്ന് ഫാദർ ഇപ്പൊ സൂചിപ്പിച്ചു. ജോൺ മയ്യാട്ടിൽ ഫാദർ ഇപ്പൊ സൂചിപ്പിച്ചു. 1987 പറവൂർ കോടതിയിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം 189-ന്റെയും പിന്നെ 218 പേരുടെ ഒരു കണക്ക് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവിടെ കയ്യേറിയിട്ടുള്ളവരെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ കോടതിയുടെ പരാമർശം പറഞ്ഞു. വെറുതെ സമയം കളയാതെ ഷോൺ പ്ലീസ്. അതായത് ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഒന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ഇതിപ്പോ അച്ഛൻ ദീപിക വായിച്ചാലും മുജീർ റഹ്മാൻ മാധ്യമവും ചന്ദ്രികയും വായിക്കുന്നൊന്നും അല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഹൈക്കോടതിയിൽ വഖഫ് സംരക്ഷണ സമിതി കൊടുത്ത കേസ് എന്താണ്? ഈ ഭൂമി വഖഫാണോ എന്ന് ചോദിച്ചുകൊണ്ടാണോ നിങ്ങൾ കേസ് കൊടുത്തത്? അല്ല, നിങ്ങൾ കൊടുത്ത കേസ് എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ നിയോഗിച്ച CN രാമേന്ദ്രൻ കമ്മീഷന് നിയമപരമായി നിലനിൽപ്പില്ല, അതുകൊണ്ട് ആ കമ്മീഷനെ അസാധുവായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിങ്ങൾ ഹൈക്കോടതി പോയത്. അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായും നിലവിലുള്ള വഖഫ് ആക്ട് പ്രകാരം നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ള, നിങ്ങൾ പറയുന്ന പോലെ ഈ വഖഫ് ഭൂമി എന്താണ് ഇപ്പൊ വഖഫിന്റെ പൊസഷനിൽ തന്നെയല്ലേ ആ ഭൂമി ഇരിക്കുന്നത്? വില്ലേജ് രേഖ പ്രകാരം, സിവിൽ നിയമങ്ങൾ പ്രകാരം ഇപ്പോൾ വഖഫിന്റെ നിയമപരിധിയിലാണ് വസ്തു ഇരിക്കുന്നത്. കോടതിക്ക് അതില്ല എന്ന് പറയാൻ പറ്റുമോ? കോടതി പറഞ്ഞ എന്താണ്? നിലവിലുള്ള വഖഫ് ആക്ട് പ്രകാരം ആ വസ്തു ഇപ്പോ വഖഫ് ബോർഡിന്റെ കയ്യിലാണ് എന്നുള്ളത് ആണ് എന്റെ മുമ്പിൽ വന്ന രേഖകളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താ നിങ്ങൾ സമർപ്പിച്ച രേഖ എന്താണ്? നിങ്ങൾ അതിന്റെ സിവിൽ രേഖകളും അതിന്റെ പൊസഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നത് അതാണ്. അവിടെ എവിടെയെങ്കിലും ഇത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് ബെച്ചു കുര്യൻ സാറിന് ബെഞ്ചിന് മുമ്പിൽ നിങ്ങൾ ചോദിച്ചോ? ഇല്ല. രണ്ടാമത്തെ ദിവസം ഞാൻ കഴിഞ്ഞ ദിവസം നേരിട്ട് അവിടെ ഹാജരായിരുന്നു. ഞാൻ ആ കോടതിയിൽ ഉണ്ടായിരുന്നു. പൂന്തോട്ടം സാറാണ് ഇവിടെ നമ്മുടെ ജോസഫ് ബെന്നി മുനമ്പം ഭൂസംരക്ഷണ സമിതി ആ കേസിൽ കക്ഷി ചേരുവാനായി അവിടെ വന്നത്. വന്നപ്പോ അരമണിക്കൂറാണ് വഖഫ് നമ്മുടെ മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയായ ജോസഫ് ബെന്നി കക്ഷി ചേരാതിരിക്കുവാനായിട്ട് ഈ വഖഫ് സംരക്ഷണ സമിതിയുടെ അഭിഭാഷകർ അരമണിക്കൂർ അവിടെ ബഹളം ഉണ്ടാക്കി. അവസാനം ഇതേ നിങ്ങൾ ഇപ്പൊ പറയുന്ന ബെച്ചു കുര്യൻ സാർ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ആകാമെങ്കിൽ അവിടെ താമസിക്കുന്ന ആ പാവപ്പെട്ടവർക്ക് ഈ കേസിൽ കക്ഷി ചേരാൻ അവകാശമില്ലേ? ഹു ആർ യു? നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് മാൻഡേറ്റ് ആണുള്ളത്? അതിനേക്കാൾ അവകാശം യഥാർത്ഥത്തിൽ അവിടെ താമസിക്കുന്ന അവിടെ നിന്ന് കുടിയേർക്ക് ഭീഷണി നേരുന്ന അവർക്ക് അവരുടെ വാദം പറയാനുള്ള അവസരം കൊടുക്കണ്ടേ എന്ന് ചോദിച്ചതും ഇതേ കോടതി തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോളട്ടെ, വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഈ വഖഫ് ഇപ്പൊ നിലവിലുള്ള ആക്ട് പ്രകാരം, ഇപ്പൊ നിങ്ങൾ വഖഫ് ഭേദഗതിനെ കുറിച്ച് മിണ്ടണ്ട, നിലവിലുള്ള ആക്ട് പ്രകാരം ആ കമ്മീഷൻ എന്തു റിപ്പോർട്ട് സമർപ്പിച്ചാലും അതിന് നിയമസാധുതയില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അച്ഛനും ആരിഫിനും ഇവിടെ ഇരിക്കുന്ന ആങ്കർക്കും എല്ലാം അറിയാം. എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കമ്മീഷന്റെ നിലവിലുള്ള ആ കമ്മീഷന്റെ പഠനങ്ങൾക്കെതിരെ നിങ്ങൾ കോടതിയെ സമീപിച്ചത്? കാരണം ആ കമ്മീഷൻ എന്ത് റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നെങ്കിലും ആ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കോടതിയിൽ നിന്നും ആ കമ്മീഷൻ റിപ്പോർട്ടിനെ സെറ്റസൈഡ് ചെയ്യാനോ ആ കമ്മീഷൻ റിപ്പോർട്ടിനെ റദ്ദ് ചെയ്യാനോ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. അപ്പോൾ ആ കമ്മീഷൻ റിപ്പോർട്ടിനെ പോലും നിങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നതിൽ നിങ്ങൾക്ക് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് കൃത്യമായ വർഗീയ വിഭജനം നിങ്ങളുടെ ലക്ഷ്യമാണ്. അതിലൂടെ ഒരു രാഷ്ട്രീയ വർഗീയ ധ്രുവീകരണമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. SDPI വരുന്ന 12-ാം തീയതിയും 17-ാം തീയതിയും കൊല്ലത്തും കോഴിക്കോടുമാണെന്നാണ് എൻ്റെ വിശ്വാസം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ SDPI സംഘടിപ്പിച്ചിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ
കേരളത്തിൽ വലിയ രീതിയിലുള്ള മതസ്പർദ്ധ വളർത്തുവാൻ വേണ്ടി നിങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾ. ഞാൻ പറയട്ടെ, അവിടെ നിന്ന് അതായത് ഈ ജനം ചാനൽ ചർച്ച ചെയ്ത ആ പള്ളിമുറ്റത്ത് നിന്ന് നിൽക്കുന്ന ആ മുജീബ് റഹ്മാനെ അല്ല ഇന്ന് ഞങ്ങൾക്ക് ചാനൽ ചർച്ചയിൽ കാണാൻ കഴിയുന്നത്. നിങ്ങൾ അവിടെ നിന്ന് പാവം മത്സ്യത്തൊഴിലാളികളെ എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്ത നിങ്ങൾ ഇന്ന് അവിടെയുള്ള അതേ വ്യക്തികളെ കുടിയേറ്റക്കാരെന്നും കയ്യേറ്റക്കാരെന്നും ചിത്രീകരിക്കുന്നു. അപ്പോ അവിടെ അത് മാത്രമല്ല, അവിടെ പത്രസമ്മേളനത്തിൽ വഖഫ് ഭൂമിയിൽ 1 സെന്റ് പോലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആർക്കോ വേണ്ടി ഒരു നാടകം കളിക്കാൻ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തൊക്കെയോ പറഞ്ഞു വെക്കണം. മാത്രമല്ല, ഇവിടെ തിരുവസ്ത്രമിട്ട ഒരു വൈദികനെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇവിടെ തീവ്രവാദിയാക്കി ചിത്രീകരിക്കുന്നു. അത് കേൾക്കുമ്പോൾ വേദനിക്കുന്ന കുറെ ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ലക്ഷ്യം? നിങ്ങൾക്ക് മതസ്പർദ്ധ വർദ്ധിപ്പിക്കുക. ഇവിടെ വലിയ രീതിയിലുള്ള ഇതിനെതിരെ വലിയ രീതിയിൽ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കണം. അതുവഴി നിങ്ങൾക്ക് കേരളത്തിന്റെ ഭരണത്തെ നിയന്ത്രിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം ഇവിടെ യാഥാർത്ഥ്യമാക്കണം. ആ വലിയ ലക്ഷ്യത്തിലൂടെയാണ് നിങ്ങൾ ഇതിന് പടന്നു പോകുന്നത്. അല്ലാതെ നിങ്ങൾക്ക് അവിടെ ആ പാവപ്പെട്ടവരുടെ 114 ഏക്കർ ഭൂമിയൊന്നും അല്ല നിങ്ങളുടെ ലക്ഷ്യം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമൊക്കെ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറന്നുപോയി, ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. അത് നിങ്ങൾ മറന്നുപോയി. നിങ്ങൾ എത്ര തുള്ളിയാലും അവിടെ ആ മനുഷ്യൻ ഉള്ളിടത്തോളം കാലം ഈ രാജ്യത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രാഷ്ട്രീയം നടക്കില്ല എന്ന് കരുതി വെച്ചോളൂ.